കാലാവസ്ഥ ശരിക്കും മാറി നല്ല ചൂടുകാലം തുടങ്ങി. ഈ സമയങ്ങളിലാണ് സാധാരണ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതൽ വരാറുള്ളത്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ചൂടാവുമ്പോൾ നമ്മുടെ എസിയും ഫാനും ഒക്കെ കൂടുതൽ ഉപയോഗിക്കും. അപ്പോൾ ഈ ചൂടുകാലത്ത് കറണ്ട് ബില്ല് കുറയ്ക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ഇംപെക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കുന്ന BLDC ഫാൻ ആണ്. ആറ്റം 28 പ്രൈം R എന്നാണ് ഇതിന്റെ മോഡൽ നെയിം. BLDC ഫാനുകൾ ഇന്ന് വലിയ പുതുമയല്ല, എന്നാലും എല്ലാവരും ഒന്നും BLDC ഫാനുകൾ ഉപയോഗിക്കുന്നില്ല. BLDC ഫാൻ ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ വീട്ടിൽ എല്ലാ റൂമുകളിലും ഞാൻ BLDC ഫാൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ കിച്ചണിലും അതേപോലെ ഡൈനിങ് ഏരിയയിലും നോർമൽ ഫാൻ ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫാൻ ഇന്ന് വാങ്ങിയത്. അപ്പം ഡൈനിങ് ഏരിയയിലായിരിക്കും ഈ ഒരു ഫാൻ ഞാൻ ഇടാനായിട്ട് പോകുന്നത്. അപ്പൊ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം തുടർന്ന് കാണുക. ഇങ്ങനൊരു ബോക്സിലാണ് ഇംപെക്സിന്റെ ഈ ഒരു പുതിയ ഫാൻ റിസീവ് ആയത്. ഈ ബോക്സിന് മുകളിൽ കുറേയധികം ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബോക്സിന് മുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. 5 സ്റ്റാർ എനർജി റേറ്റിംഗ് ഉള്ള ഒരു ഫാൻ ആണിത്. അതുപോലെ ഇതിൽ മറ്റൊരു ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്ന കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. CSI BLDC ആണ്, അതായത് കൺസിസ്റ്റന്റ് സ്പീഡ് ഇൻവെർട്ടർ ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് റിമോട്ട് ഉണ്ട്, എനർജി സേവിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. നോയ്സ് ലെവൽ വളരെ കുറവായിരിക്കും. നോയ്സ് ലെവലിന്റെ കാര്യമൊക്കെ ഞാൻ ഫാൻ ഫിറ്റ് ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് സമയം കളയണ്ട, നേരെ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇത് 2 ബോക്സുകളിലായിട്ടാണ് റിസീവ് ആയത്. അതായത് ഈ ഒരു ബോക്സിൽ ഇതിന്റെ ബ്ലേഡ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ഈ ബോക്സിനുള്ളിൽ നമുക്ക് 3 ബ്ലേഡുകൾ ലഭിക്കുന്നുണ്ട്. ടീക്ക് വുഡ് കളറിലുള്ളതാണ് ഞാനിവിടെ വാങ്ങിയത്. ഈ ഫാൻ 3 ഡിഫറെന്റ് കളേഴ്സിലാണ് വരുന്നത്. മാറ്റ് വൈറ്റ് ഉണ്ട്, സ്മോക്ക് ബ്രൗൺ ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഈ മെയിൻ ബോക്സ് ആണ്. ഇതിലാണ് ആക്സസറീസും മോട്ടറും ഒക്കെ ലഭിക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക റിമോട്ട് കൺട്രോളും 2 AAA ബാറ്ററീസും ആണ്. ഒപ്പം ഒരു ഡൗൺ റോഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ ടോപ്പ് ബോട്ടം കാനോപ്പി ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫാൻ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യാനുള്ള നട്ടും ബോൾട്ടും ഐറ്റംസും യൂസർ മാനുവലും ഉണ്ട്. അതിനോടൊപ്പം ലാസ്റ്റ് നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള BLDC മോട്ടറുമാണ് ഈ ബോക്സിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു ഫാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വീക്കിന് മുകളിലായി. ഇതിന്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത്. ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് പോയില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഫാൻ ഇൻസ്റ്റാളേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ യൂസർ മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഫാനിന്റെ പെർഫോമൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫാനിനപ്പോൾ ഒരു സ്മാർട്ട് റിമോട്ട് ലഭിക്കുന്നുണ്ട്. ഈ സ്മാർട്ട് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുറെ കാര്യങ്ങളല്ല, ഈ ഫാൻ കൺട്രോൾ ചെയ്യുന്നത് മൊത്തം ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ റിമോട്ടിന്റെ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് മുമ്പോട്ട് മനസ്സിലാക്കാം. ഈ ഫാനിൽ LED സ്പീഡ് ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് സ്പീഡിലാണ് ഫാൻ ഇപ്പം കറങ്ങുന്നത്, 1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ള കാര്യം ഈ സ്പീഡ് ഇൻഡിക്കേറ്റർ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ 68% എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള BLDC മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28 വാട്ട്സ് പവർ ആണ് ഇതിൽ ലഭിക്കുക. ഇനി ഈ ഫാനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ പരിചയപ്പെടാം. ഇതിൽ റിവേഴ്സ് മോഡ് നൽകിയിട്ടുണ്ട്. എന്തിനാണ് റിവേഴ്സ് മോഡ് എന്ന് നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതായത് ഫാൻ സാധാരണ കറങ്ങുന്നതല്ലാതെ നേരെ തിരിഞ്ഞ് കറങ്ങും. അപ്പൊ അങ്ങനെ കറങ്ങുന്നതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വിന്റർ ടൈമിലൊക്കെ ഹോട്ട് എയർ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ റൂമിന്റെയൊക്കെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടായിരിക്കും. മനസ്സിലായി? അപ്പൊ നമ്മൾ ഈ റിവേഴ്സ് മോഡ് ഇട്ട് കഴിയുന്നതുകൊണ്ട് ഈ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ ഈ എയർ കറക്കി നേരെ താഴെ കൊണ്ടുവരികയും അപ്പൊ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീൽ ഉണ്ടാകുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ റിവേഴ്സ് മോഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫാനിൽ അങ്ങനെ ഒരു ഫീച്ചർ കൂടെ നൽകിയിട്ടുണ്ട്. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ കൂടെ ഉണ്ട്, സ്മാർട്ട് അപ്പ് ഡൗൺ ഫീച്ചർ. അതായത് നമ്മുടെ രാത്രിയിലൊക്കെ ഹൈ സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് കടന്നു കഴിഞ്ഞാൽ രാവിലെ വരെ അത് ഹൈ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ റിമോട്ട് എടുത്ത് നമ്മൾ ഇടയ്ക്ക് ഉണർന്ന് അത് ഫാനിന്റെ സ്പീഡ് കുറയ്ക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഡൗൺ ഫീച്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 1.5 മണിക്കൂറിലും ഓരോ പോയിന്റ് ആയിട്ട് ഫാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഡൗൺ ചെയ്ത് വന്ന് അവസാനം 1 വന്നിട്ട് ആ ഒരു സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓഫ് ആകത്തില്ല, 1 വന്ന് ഇങ്ങനെ കറങ്ങും. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ രാത്രി 9 മണിക്ക് ബൂസ്റ്റ് സ്പീഡ് ഇട്ടിട്ട് ഉറങ്ങാൻ കിടന്നു വിചാരിക്കുക. ഒരു 10:30 ആകുമ്പോഴത്തേക്ക് ബൂസ്റ്റിൽ നിന്ന് നേരെ അത് 5 വരും. 12 മണി ആകുമ്പോഴത്തേക്ക് 5 നിന്ന് നേരെ അത് 4 വരും. അങ്ങനെ ഓരോ 1.5 മണിക്കൂർ കഴിയുമ്പോഴും ഓരോ പോയിന്റ് കുറച്ച് അവസാനം 1 വന്നിട്ട്, അതായത് രാവിലെ നല്ല തണുപ്പായിരിക്കും. ഇപ്പൊ ചൂടുകാലം ആണെങ്കിൽ പോലും രാവിലെ സമയങ്ങളിൽ തണുപ്പുണ്ടായിരിക്കുമല്ലോ. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഒരു നോർമൽ സ്പീഡിൽ വന്നിട്ട് കറങ്ങും. അപ്പൊ ഈ ഒരു ഫീച്ചർ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ റിമോട്ട് ഒന്ന് പരിചയപ്പെടാം. അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. ഇതിൽ ഓൺ ഓഫ് ബട്ടൺ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ബൂസ്റ്റ് ബട്ടൺ നൽകിയിട്ടുണ്ട്. ഈ ബൂസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് സ്പീഡിലായിരിക്കും പിന്നെ ഇത് കറങ്ങുക. അതിനൊപ്പം 1 to 5 സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് നൽകിയിട്ടുണ്ട്. അതിനടുത്തായിട്ട് റിവേഴ്സ് ബട്ടൺ നൽകിയിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് സ്മാർട്ട് അപ്പ് ഡൗൺ സെറ്റ് ചെയ്യാനുള്ള ബട്ടണും കാണാനായിട്ട് സാധിക്കും. ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 2 hours, 4 hours, 6 hours. നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു റിമോട്ടാണ് ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഫാനിന്റെ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും ഒക്കെ ഒന്ന് നോക്കാം. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആണ് ഈ ഒരു ഫാനിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ മോട്ടർ സൈസ് കുറച്ച് വലിപ്പമുള്ളതായിട്ട് തോന്നും. ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള BLDC ഫാനുകളുടെ മോട്ടർ സൈസ് ചെറുതാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഇതിന്റെ മോട്ടറിന്റെ വലിപ്പം കുറച്ച്
കുറച്ചുകൂടെ കൂടി ആ ഒരു LED ലൈറ്റിങ്ങിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ കുറച്ചുകൂടെ വലുതായിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ ഫാനിന് നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഡിസൈൻ നല്ല ലുക്കുള്ള ഒരു ഡിസൈൻ ആണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു ടീക്ക് വുഡ് ബ്ലേഡ് ആണ് ഇതിൽ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. നിങ്ങൾക്ക് ഡിഫറെന്റ് കളേഴ്സ് ലഭിക്കുന്നുള്ളതുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ സെന്ററിലായിട്ട് ബ്ലൂ കളർ LED ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഈ LED ലൈറ്റ്സ് നോക്കിക്കൊണ്ട് ഫാൻ സ്പീഡ് എത്രയാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫാനിന്റെ റണ്ണിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ സ്റ്റേബിൾ ആണ്. വലുതായിട്ട് കുലുക്കോ ആട്ടോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതേപോലെ എക്സലന്റ് ആയിട്ടുള്ള എയർ ഫ്ലോയും ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ നോയ്സ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പല ബ്രാൻഡുകളുടെ BLDC ഫാനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫാനുകൾക്കെല്ലാം ഒരു നോയ്സ് ലെവൽ ഏകദേശം ഒരുപോലെ ആയിട്ടാണ് തോന്നിയത്. എനിക്ക് ഇതിലും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. നോയ്സ് ലെവൽ കൂടുതലായിട്ടും തോന്നിയില്ല. അപ്പൊ ഈ ഒരു BLDC ഫാൻ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിലും ഇത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓൺലൈനിലും ലഭിക്കുന്നതാണ്. ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു BLDC ഫാൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോൾ ഒരു ക്യാഷ് ബാക്ക് ഓഫറോടെ ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ ഓൺലൈൻ വാങ്ങിയാലും ഓഫ്ലൈൻ വാങ്ങിയാലും ഈ ഒരു ക്യാഷ് ബാക്ക് ഓഫർ ലഭിക്കും. അതായത് ഈ ഫാനിന്റെ ബോക്സിനുള്ളിൽ നിങ്ങൾക്കൊരു സ്ക്രാച്ച് കാർഡ് ലഭിക്കും. ആ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്തുകൊണ്ട് അതിൽ എന്താണോ ഗിഫ്റ്റ് ഉള്ളത് ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഒരു QR കോഡ് ആ സ്ക്രാച്ച് കാർഡിൽ തന്നെ കാണും. അത് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ക്യാഷ് ബാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റുകളായിരിക്കാം ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. എന്താണോ സ്ക്രാച്ച് കാർഡിൽ ലഭിക്കുക അത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ സ്ക്രാച്ച് കാർഡിൽ നിന്നൊരു ബമ്പർ പ്രൈസ് കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 43 ഇഞ്ചിന്റെ ഒരു ഗൂഗിൾ ആൻഡ്രോയിഡ് 14 TV ആയിരിക്കും നിങ്ങൾക്ക് ബമ്പർ പ്രൈസ് ആയിട്ട് കിട്ടുക. അപ്പം നിങ്ങൾ ഈ ഫാൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രാച്ച് കാർഡ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വരച്ച് നോക്കിയിട്ട് എന്താണോ നിങ്ങൾക്ക് കിട്ടിയത് അത് നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം വിട്ടുപോയി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫാനിന്റെ ബ്രാൻഡ് നൽകുന്നത് 5 വർഷത്തെ വാറണ്ടിയാണ്. 5 വർഷത്തെ വാറണ്ടി ഒട്ടും മോശമല്ല. കാരണം മറ്റു ബ്രാൻഡുകളൊക്കെ എനിക്ക് തോന്നുന്നു 2 വർഷം 3 വർഷമൊക്കെ വാറണ്ടി കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇംപെക്സിന്റെ ഈ ഒരു ആറ്റം 28 പ്രൈം R എന്ന് പറയുന്ന ഈ ഒരു ഫാൻ വാങ്ങുകയാണെങ്കിൽ 5 വർഷം ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പ്രൊഡക്റ്റുകളുടെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.